ചില കണ്ടുമുട്ടലുകൾ ജീവിതം മാറ്റിമറിക്കും, കാഴ്ചപ്പാടുകൾ തിരുത്തിക്കുറിക്കും. അവ മറക്കാനാവാതെ മനസ്സിൽ കനലായി എരിയും. അങ്ങനത്തെ കളി കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ബാറ്റിംഗ് വളരെ മോശമായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവരെ ആദ്യമായി കാണുന്നത്. ഞാൻ അറിയാതെ അവരെ നോക്കി നിന്നുപോയി. ശാലീനമായ മുഖം, വിടർന്ന കണ്ണുകൾ. ആ നോട്ടം എൻ്റെ ഹൃദയത്തിലെവിടെയോ കൊളുത്തി വലിച്ചതുപോലെ തോന്നി. നീ എന്തോ നിക്കടാ. ഒളിമ്പിച്ചല്ലേ അടുത്തളി എന്നാ? ഇതാ SI ജോർജ് അല്ലേ? എൻ്റെ ചേട്ടനെ അമ്പലത്തിലിട്ട് തല്ലിയത് ഇയാളാടാ. ഇയാളതിൻ്റെ പുതിയ ആൾക്കാരൻ. അടിപൊളി. ചായ കുടിക്കും മോളെ. മോളുടെ വീടപ്പോൾ ശരിക്കും കൊച്ചിയിലാണല്ലേ? അങ്ങനൊരു സ്ഥിരം നാടൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി. അച്ഛന് റെയിൽവേസിലായിരുന്നു ജോലി. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ്റെ ട്രാൻസ്ഫർ അനുസരിച്ച് ഓരോരോ നാട്ടിലായിരുന്നു. 5 വർഷമേ കൊച്ചിയിലുണ്ടായിരുന്നുള്ളൂ. ആ നീ എത്തിയോ? ദേ അടുക്കളയിൽ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. അത് 6 മോനെ പോയി എടുത്തു കുടിച്ചു. ആ ഇതാ എൻ്റെ മോനെ അഭിലാഷ്. ഇവിടെ എല്ലാവരും അഭിയെന്ന് വിളിക്കും. മോനെ ഇത് അപ്പുറത്തെ വീട്ടിൽ താമസത്തിന് വന്ന ജോർജിൻ്റെ വൈഫാ. സോറി, പേര് ഞാൻ മറന്നു. ഫ്ലോറ. ആ ഫ്ലോറ ജോർജ്. അധികം കേൾക്കാത്ത പേരാ. എല്ലാവരും പറയാറുണ്ട്. അഭി എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു നിമിഷം ആ കണ്ണുകളിലേക്ക് നോക്കി എല്ലാം മറന്ന് ഞാൻ നിന്നുപോയി. ഒരു പ്രത്യേക സുഗന്ധമായിരുന്നു അവർക്ക്. പേരറിയാത്ത ഒരു പുഷ്പത്തിൻ്റെ ഗന്ധം. നീ എന്താലോചിച്ചു നിൽക്കുക? ചോദിച്ചു കേട്ടില്ലേ? പറ. ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ്. അത് സെൻറ് ജോൺസ് കോളേജ് അല്ല, സെൻറ് ജോൺസ് സ്കൂളിൽ. ചേച്ചി എവിടെ പഠിച്ചത്? ഞാൻ കൊച്ചിയിൽ SBC കോളേജ് ബോട്ടണി. SBC കോളേജോ? ഞാനും അവിടെ പഠിച്ചത്. BSc മാത്തമാറ്റിക്സ് 1982 ബാച്ച്. ആണോ? ഞാൻ 2001 ബാച്ചാ. കുറേ ആയി അങ്ങോട്ടേക്കൊക്കെ പോയിട്ട്. എല്ലാം ഇപ്പം മാറി കാണുമല്ലേ? ആ കുറച്ചൊക്കെ. നീ എന്നാ പോയി ചായ എടുത്തു കുടിക്കും, അത് തണുക്കും. ബിസ്ക്കറ്റ് കഴിച്ചില്ലല്ലോ, കഴിക്കുന്നേ? ആ രണ്ടുപേരും ഒരേ കോളേജിലാണ് പഠിച്ചതെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഫ്ലോറയോട് സംസാരിക്കാൻ കൂടുതൽ താല്പര്യമായി. ഫ്ലോറയെക്കുറിച്ചറിയാൻ ഞാൻ അവരുടെ സംസാരം കേട്ടിരുന്നു. ഒറ്റ മകളായിരുന്നു ഫ്ലോറ. അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. അച്ഛനായിരുന്നു പിന്നെ എല്ലാം. അച്ഛൻ്റെ ട്രാൻസ്ഫർ അനുസരിച്ച് പല സ്ഥലങ്ങളിലായിരുന്നു പഠനം. MScക്ക് അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് അച്ഛന് ക്യാൻസറാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നു. മരിക്കുന്നതിന് മുമ്പ് മകളുടെ വിവാഹം കാണണമെന്ന് മാത്രമായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പെട്ടെന്ന് വിവാഹം നടത്തി. അച്ഛൻ കഴിഞ്ഞ കൊല്ലം മരിച്ചു. 1.5 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട്. ഭർത്താവ് ജോർജ് സ്ഥലം സബ് ഇൻസ്പെക്ടറാണ്. ഫ്ലോറ ഒരു ഹൗസ് വൈഫ്. ക്ലാസ് ടോപ്പർ ആണല്ലേ? ഏതാ ഫേവറേറ്റ് സബ്ജക്ട്? കമ്പ്യൂട്ടർ സയൻസ്. കണ്ടുമുട്ടിയ നാളു മുതൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഫ്ലോറയിലായിരുന്നു. നേരിട്ട് സംസാരിക്കാൻ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു.
അബി? ഈ ചെടികൾ, ഐ മീൻ ഇതെന്തേലും ചെടികളാ? ഇതുപോലത്തെ ചെടികൾ ഞാൻ ഇനി കണ്ടിട്ടില്ലല്ലോ. ഇതെല്ലാം വളരെ റെയറായിട്ടുള്ള ചെടികളാണ്. ഇവിടെ ഒന്നും അധികം കാണാത്ത വർഗ്ഗങ്ങളിൽപ്പെട്ട ചില ചെടികൾ. അപ്പോൾ കളക്ഷനാണോ? അതെ, സ്റ്റാമ്പ് കളക്ഷനൊക്കെ മാതിരി ചെടി കളക്ഷൻ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയത്? ഇതിൽ കുറേയൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കൊണ്ടുവരും. കൂട്ടുകാരികൾ ഇന്ത്യയിൽ പലയിടങ്ങളിലുണ്ട്. അവരെനിക്ക് വിത്ത് അയച്ചു തരും, ഞാൻ നട്ടു വളർത്തും. ഇതാ ആ പർപ്പിൾ പൂള്ള ചെടി കാണാൻ കൊള്ളാം. ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അബി. ഓരോ പൂക്കൾക്കും ഓരോ കഥയുണ്ട്. ചേച്ചി ബോട്ടണി പഠിച്ചുകൊണ്ടായിരിക്കും അല്ലേ ചെടികളോട് ഇത്ര ഇൻട്രസ്റ്റ്? അല്ല, ചെടികളോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ബോട്ടണി പഠിച്ചത്. ആഹാ, കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു ക്രേസാണല്ലേ? അല്ല, ചേച്ചിക്ക് ഫ്ലോറാന്ന് പേര് ആരാട്ട്? പപ്പയിട്ട പേര്. പപ്പയ്ക്ക് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ പൂക്കളുടെയും വസന്തകാലത്തിൻ്റെയും ഗ്രീക്ക് ദേവതയുടെ പേര് തന്നെ ഇട്ടു. അത്രയും കോമൺ പേരല്ലാത്തതുകൊണ്ട് സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. മോൻ ഉറങ്ങിയോ? ഇല്ല അച്ഛാ. ഓസ്ട്രേലിയയിൽ നിന്ന് നിൻ്റെ വല്യച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ +2 കഴിഞ്ഞാൽ ഡിഗ്രി അവിടെ നോക്കാമെന്നാണ് നിൻ്റെ വല്യച്ഛൻ പറയണേ. താമസവും കാര്യങ്ങളൊക്കെ പുള്ളി അറേഞ്ച് ചെയ്തോളാമെന്നും പറഞ്ഞു. ഓസ്ട്രേലിയയിലോ? അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? കാശിൻ്റെ കാര്യങ്ങളൊന്നും ഓർത്ത് നീ പേടിക്കണ്ടടാ. എല്ലാ ചെലവിൻ്റെയും പകുതി വല്യച്ഛൻ ഏറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ. ബാക്കി പകുതി അച്ഛൻ നോക്കിക്കോളാം. മോനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ ഈ കൊല്ലം എല്ലാം മറന്ന് നന്നായിട്ട് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. കേട്ടല്ലോ? എന്നാ മോൻ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അന്ന് ഒരൊഴിവ് ദിവസമായിരുന്നു. അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ്
രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടച്ചാൽ അവളുടെ ശരീരത്തിലെ മുറിപ്പാടുകളായിരുന്നു എൻ്റെ മനസ്സ് നിറയെ. എന്താ തുറക്കാത്ത ലേറ്റ് ആയത്? അത് ഞാൻ തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാപ്പി എടുക്കാം. ഇന്ന് വേണ്ട പ്ലീസ്, കൈന് നല്ല വേദനയുണ്ട്. നാട്ടുകാരറിഞ്ഞ നിലച്ചു കഴിഞ്ഞാൽ അതിന്റെ നാണക്കേട്. അനങ്ങാതെ നിന്നാ പെട്ടെന്ന് തീർക്കാം. കിടന്നു മോങ്ങിയത് മതി, കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്ക്. വിശക്കുന്നുണ്ട്. Well, not a high-scoring game, but probably the shot of the game. Going to be in a winning cause, but I'm not sure. എത്ര നാളായി നിന്റെ ഈ ഒളിഞ്ഞു നോട്ടം തുടങ്ങിയിട്ട്? അബി, എനിക്ക് ചേച്ചി ഇഷ്ടമാണ്. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. ഇനി എൻ്റെ മുമ്പിലെങ്ങാനും നീ വന്നോ? ചേച്ചി, എനിക്ക് സത്യമായിട്ട് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. വിട്. അയാൾ ചേച്ചി കൊല്ലും. ചേച്ചി അയാളെ വിട്ട് എവിടെയെങ്കിലും ഓടിപ്പോണം. അല്ലെങ്കിൽ അയാൾ അയാൾ എൻ്റെ ഭർത്താവാ. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ.
ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആഴ്ചകൾ കടന്നുപോയി. എനിക്ക് പിന്നീട് ഫ്ലോറയെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. പക്ഷേ അകലെ നിന്നെങ്കിലും അവളെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. When an electric field is applied to a capacitor, the dielectric charges are... എന്താ മോനെ, എന്താ അവിടെ ഒരു ഒച്ച കേട്ടെ? അവള് കിച്ചണിലൊന്നും വീണു. നല്ല ബ്ലീഡിങ് ഹോസ്പിറ്റലിൽ. ഫ്ലോറ, ഫ്ലോറ. ആ രാത്രി ഫ്ലോറയുടെ ഗർഭം അലസിപ്പോയിരുന്നു. വാതിലോർക്ക്. അവൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാതായി. മാസങ്ങൾ കടന്നുപോയി. എൻ്റെ റിസൾട്ട് വന്നു. നല്ല മാർക്കുണ്ട്. അതെ ചേട്ടാ, അച്ഛൻ എന്നെ ഓസ്ട്രേലിയയിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പിന്നാലെ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ശരിയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വണ്ടി എടുക്കണോ? ചുറ്റ കഴിവറമ. ചേട്ടാ, എന്താ മോനെ? ഫ്ലോറ ചേച്ചി തരാൻ പറഞ്ഞതാ. ഇന്ന് രാത്രി 1 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് വരണം. വീടിൻ്റെ പുറകുവശത്തെ വാതിൽ അടച്ചിടാതെ ഞാൻ കാത്തിരിക്കും. ചേച്ചി, ചേച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? എന്നെക്കുറിച്ച് ഓർത്ത് നിനക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടല്ലേ. അന്ന് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ എന്നെ നോക്കി കരയുന്നത് ഞാൻ കണ്ടു. നിനക്ക് ശരിക്കും എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ അബി? ഇഷ്ടമാണ്.
He's waited in the middle overs. He started beautifully and he's finishing off. Team player knows what the Royals are wanting here. They want a quick finish. ഞാൻ പ്രഗ്നൻ്റ് ആണ്. We've seen him at the start of the season score runs. എന്താ പറഞ്ഞ? ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. നിനക്ക് തെറ്റിയതാവും. 4-5 മാസമായില്ലേ നിന്നെ മര്യാദയ്ക്കൊന്ന് പെരുമാറിയിട്ട്. ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആണ്. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളല്ല. ജോണേ ഇരിക്കുമെന്ന് പറഞ്ഞു. സുഹലമേ, മോനെ തുറക്കടാ. ഡാ, നീ എന്തായാലും 2-3 ആഴ്ച ഉണ്ടാവൂലല്ലേ? മതി മതി അമ്മേ. കഴിക്ക്. അമ്മേ, ഫ്ലോർ ചേച്ചിയുടെ വീടെന്താ പൂട്ടിയിട്ടിരിക്കണേ? അവരവിടെ ഇല്ലേ? ആ, നീ അത് അറിഞ്ഞില്ലായിരുന്നല്ലേ? ആ ജോർജ് മരിച്ചുപോയി. നീ പോയിട്ട് 3-4 മാസം കഴിഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരാഴ്ച നാട്ടിൽ പോയി നിന്നിരുന്നില്ലേ, ഉത്സവം കൂടെ. തിരിച്ചു വന്നപ്പോഴാണ് മരിച്ച കാര്യം അറിഞ്ഞത്. ഭയങ്കര സിഗരറ്റ് വലിയും വെള്ളമടി ആയിരുന്നില്ലേ പുള്ളി? ഒരു ദിവസം ഉച്ചയ്ക്ക് ഇതേമാതിരി വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറ്റാക്ക് വന്ന് മരിച്ചു പോയതാ. ആ ഫ്ലോറയുടെ കാര്യം കഷ്ടമായിപ്പോയത്. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. 1-2 മാസം കഴിഞ്ഞപ്പോൾ അവൾ ആ വീട് ഒഴിഞ്ഞു പോയി. ഡാ, എന്താ നീ മതിയാക്കിയോ? മതി. അതിന് നീയൊന്നും കഴിച്ചില്ലല്ലോ. അവന് മതിയെങ്കിൽ നിർബന്ധിക്കേണ്ടതേ. അമ്മ, ഫ്ലോർ ചേച്ചി എവിടെ പോയിരിക്കുന്നതെന്ന് അറിയോ? ഇല്ല, അവൾ പോണേന് മുന്നേ ഞാൻ ചോദിച്ചതാ. അവളൊന്നും പറഞ്ഞില്ല. എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ആ, പിന്നെ പോകുന്നതിന് മുമ്പ് അവൾ നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റോ? ആ പർപ്പിൾ പൂള്ള ചെടി കാണാൻ കൊള്ളാം. ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അബി. ഓരോ പൂക്കൾക്കും ഓരോ കഥയുണ്ട്. എന്തു പറ്റി ചായ? അനങ്ങാൻ കഴിയുന്നില്ലേ? ഒട്ടും അനങ്ങാൻ കഴിയുന്നില്ല.
എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? പേടിക്കണ്ട, പറഞ്ഞുതരാം. ആക്വനൈറ്റം, ഓൾസോ നോൺ ആസ് ആക്വനൈറ്റ്. മോങ്സ് ഹോൾ, വൂൾസ് ബെയിൻ, വുമൻസ് പെയിൻ. ഇച്ഛായൻ ഇതിനു മുമ്പ് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ തോട്ടത്തിൽ നിന്ന്. ചെടികളെന്നും എനിക്കൊരു ഫാസിനേഷനാണെന്ന് ഇച്ഛായൻ അറിയാലോ. നമുക്ക് ജീവവായു തരുന്ന പല ചെടികൾക്കും വേണമെങ്കിൽ ആ ജീവൻ ഇല്ലാതാക്കാനും സാധിക്കും. വിഷങ്ങളുടെ രാജ്ഞി എന്നാണ് ഇവളെ പലരും വിളിക്കുന്നത്. നേരത്തെ ഇച്ചായം കഴിച്ച ഊണിലെ കറിയില് ഇവളും ഉണ്ടായിരുന്നു. തല പെരുക്കുന്നുണ്ടോ ഇച്ചായ? പണ്ട് വായിച്ചു പഠിച്ച ഓർമ്മയേ ഉള്ളൂ. ആദ്യം ശരീരം മരവിക്കും, ദേഹം ഒട്ടും അനക്കാൻ പറ്റാണ്ടാവും, ശരീരം വല്ലാതെ വേർക്കാൻ തുടങ്ങും, തല ചുറ്റി തുടങ്ങും. പിന്നെ സഹിക്കാൻ പറ്റാത്തത്ര വേദനയും ഹൃദയസ്തംഭനം. അന്ന് നിങ്ങൾ എൻ്റെ അടിവയറ്റി ചവിട്ടി ഞാൻ അവിടെ ചോരയൊലിച്ച് കിടന്നത് ഓർമ്മയുണ്ടോ? എൻ്റെ കഴുത്തിന് പിടിച്ച് എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവരാരെങ്കിലും ചോദിച്ച നീ അടുക്കളയിൽ തെന്നി വീണെന്നേ പറയാവൂ, ഇല്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിച്ചുകളെ ഞാൻ നിന്നെ ഒരിത്തിരി നിൽക്കാൻ വരില്ല. നിനക്ക് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, അതോർത്താ നന്ദി. മനസ്സിലായോന്ന്? ശരിയാ, അന്ന് എനിക്ക് ഈ ലോകത്തിൽ എൻ്റേതെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയായിരുന്നു ആ കുഞ്ഞ്. അതാണ് നിങ്ങളൊന്ന് ഇല്ലാതാക്കിയത്. ഇന്നെനിക്ക് ആ പ്രതീക്ഷ വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുക. അത് നശിപ്പിക്കാൻ നിങ്ങളുണ്ടാവരുത്. നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾ ഒരിക്കലും അറിയില്ല. അതറിയാതെ തന്നെ നിങ്ങൾ ചാവണം. ജോർജിനെ കൊന്നതായിരിക്കും. അതോ ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ തോന്നലാണ്? ഫ്ലോറ ഇന്ന് എവിടെയാണ് എനിക്കറിയില്ല. മനഃപൂർവ്വമാണ് അവൾ പറയാതെ പോയത്. എല്ലാത്തിലും നിന്ന് അവൾക്ക് രക്ഷപ്പെടണം. ഒരു പുതിയ തുടക്കം വേണം, ഒരു പുതിയ ജീവിതം. ആരും അവളെ തേടി വരരുത് എന്നവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഫ്ലോറയെ ഇനി എന്നെങ്കിലും കണ്ടുമുട്ടും അറിയില്ല. ആരും തേടി വരാത്ത ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ അകലെ അകലെ എവിടെയോ ഫ്ലോറ.